പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളിൽ പലരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഹൃദയത്തിൽ ഒരു ചെറിയ സംശയം ഉണ്ടാകാം, ദൈവം ശരിക്കും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമോ എന്ന്. ബൈബിളിൽ യേശു പറഞ്ഞ ഒരു വചനം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 11:40 യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ഇന്ന് ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ജീവനാകട്ടെ. പ്രിയരെ, നിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നത് നിശ്ചയമാണ്. ഈ വാക്ക് സത്യമാണെന്ന് ബൈബിളിൽ കാണുന്ന ചില സംഭവങ്ങൾ നമുക്ക് കാണാം. ദൈവം നമ്മിൽ നിന്ന് ചോദിക്കുന്നത് വലിയ കാര്യങ്ങളല്ല. ദൈവം ചോദിക്കുന്നത് നിനക്ക് വിശ്വാസമുണ്ടോ എന്നതാണ്. ഒന്നാമതായി നമ്മൾ നോക്കുമ്പോൾ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് കാണാം. 12 വർഷം അവൾ കഷ്ടപ്പെട്ടു. ആർക്കും അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഹൃദയത്തിൽ പറഞ്ഞു, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. അവൾ തൊട്ടു. ഉടൻ അവൾ സൗഖ്യം പ്രാപിച്ചു. യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമതായി നമ്മൾ നോക്കുമ്പോൾ ബെഥസ്ദാ കുളത്തിലെ മനുഷ്യൻ. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ 38 വർഷമായി കിടക്കയിൽ സഹായിക്കാൻ ആരുമില്ലാതെ രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു, എഴുന്നേൽക്ക, നിന്റെ കിടക്കയെടുത്ത് നടക്ക. അവൻ വിശ്വസിച്ചു. അവൻ എഴുന്നേറ്റു. മനുഷ്യർ കൈവിട്ടെടുത്ത് യേശു കൈപിടിച്ചു. പ്രിയരെ, മൂന്നാമതായി നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസ് 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ശീമോൻ പത്രോസും മീൻ പിടുത്തവും നമുക്ക് കാണുവാൻ കഴിയും. ശീമോൻ യേശുവിനോട് പറഞ്ഞത്, നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്ക് കേട്ട് ഞാൻ വലയിടും. വിശ്വാസം കൊണ്ട് വല നിറഞ്ഞു. നാലാമതായി നോക്കുമ്പോൾ ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് കാണുവാൻ കഴിയും. ലാസർ മരിച്ചു 4 ദിവസമായി. എല്ലാവരും പറഞ്ഞു, ഇനിയും വൈകി. പക്ഷെ യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. മരിച്ചവൻ ജീവിച്ചു. പ്രിയരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും നീണ്ടകാല പ്രശ്നങ്ങളുണ്ടാകാം, സഹായമില്ലാത്ത അവസ്ഥയുണ്ടാകാം, എല്ലാം അവസാനിച്ചതുപോലെ തോന്നാം. പക്ഷെ യേശു ഇന്നും പറയുന്നു, ഭയപ്പെടരുത്, വിശ്വസിക്കും. നിന്റെ വിശ്വാസം ചെറുതായാലും മതി, അത് യേശുവിന് കൊടുത്താൽ മതി. നിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, നിശ്ചയം. ഈ വിശ്വാസത്തോടെ നമുക്ക് യേശുവിനെ ആശ്രയിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.